ഡു യുവർ ഹോംവർക്ക്. ഡു യുവർ ഹോംവർക്ക് എന്താ? നീ ഹോംവർക്ക് ചെയ്യ്. ഡു യുവർ ഹോംവർക്ക്. ഡു ഇറ്റ് നൗ. ഇപ്പൊ ചെയ്യ്. ഡു ഇറ്റ് നൗ. ഇപ്പൊ ചെയ്യ്. ഡു ഇറ്റ് നൗ. അപ്പൊ ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. ഡു യുവർ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യ്. ഡു യുവർ ബെസ്റ്റ്. ഏറ്റവും ബെസ്റ്റ് ചെയ്യ്. ഓക്കെ. ഡു സംതിങ് യൂസ്ഫുൾ. എന്തെങ്കിലും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യുന്ന അറിയില്ല. ഡു സംതിങ് യൂസ്ഫുൾ. ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യ്. നീ ഡു വാട്ട് ഐ സേ. ഞാൻ പറയുന്നത് ചെയ്യ്. ഞാൻ പറയുന്നത് ഡു വാട്ട് ഐ സേ. ഞാൻ പറയുന്നത് ചെയ്യ്. ഓക്കെ. അധികം ഡയലോഗ് അടിക്കണ്ട. ഡു വാട്ട് ഐ സേ. അതേപോലെ ഡു യുവർ ഡ്യൂട്ടി. ഡയലോഗ് അടിക്കല്ല. നിന്റെ ഡ്യൂട്ടി ഡു യുവർ ഡ്യൂട്ടി. ഓക്കെ. ഡു യുവർ ഡ്യൂട്ടി. അപ്പൊ ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. നീ ഡു മി എ ഫേവർ. നീ ഒരു സഹായം ചെയ്യോ. ഡു മി എ ഫേവർ. ഓക്കെ. ഒരു സഹായം ചെയ്യേ. ഡു മി എ ഫേവർ. അതുപോലെ തന്നെ ഡു ആസ് ഐ ടോൾഡ് യു. ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. ഡു ആസ് ഐ ടോൾഡ് യു. ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. ഡു ഇറ്റ് കെയർഫുള്ളി. അത് കെയർഫുൾ ആയി ചെയ്യുന്ന അറിയില്ലേ, സൂക്ഷിച്ച് ചെയ്യ്. ഓക്കെ. ഡു ദ ഡിഷസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡു ദ ഡിഷസ് എന്ന് പറഞ്ഞാൽ ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പാത്രമൊക്കെ കഴുകൂല. അപ്പൊ പറയാണ്, ഇപ്പൊ ഫുഡ് കഴിച്ചതിന് ശേഷം പറയാം ഡു ദ ഡിഷസ്. പാത്രം കഴുകുന്ന അറിയില്ല, അതാണ്. ഇനി ഡു നോട്ട് ബി അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പേടിക്കണ്ട. ഡോണ്ട് അഫ്രൈഡ് എന്ന് പറയില്ല, അത് തന്നെയാണ് ഡു നോട്ട് ബി അഫ്രൈഡ്. പേടിക്കേണ്ട ആവശ്യമില്ല. ഡു ഇറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ചെയ്യും. ഓക്കെ. ഇനി ഡു നോട്ട് ലൈ. അത് ഡോണ്ട് ലൈ എന്ന് പറഞ്ഞാൽ എന്താ? നുണ പറയരുത്. ഡോണ്ട് ലൈ. ഓക്കെ. ഇനി ഡോണ്ട് ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു പരാജയപ്പെട്ട പിന്നെ അത് ചെയ്യില്ല. അപ്പൊ പറയാം അവനെ പ്രോത്സാഹിപ്പിക്കാണ്. ഡോണ്ട് ഗിവ് അപ്പ്. ഉപേക്ഷിക്കരുത്. കീപ് ട്രൈങ്. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് പറയും അല്ലെ. പിന്നെ ഡു ഇറ്റ് ക്വിക്കലി എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ചെയ്യും. ക്വിക്ക്. ഓക്കെ. ഡു ഇറ്റ് ക്വിക്കലി. ഇനി ഏറ്റവും എന്റെ ഫേവറേറ്റ് ആണ് ഡു വാട്ട് മേക്സ് യു ഹാപ്പി. നിന്നെ സന്തോഷിപ്പിക്കുന്ന എന്താ അത് ചെയ്യും. ഡു വാട്ട് മേക്സ് യു ഹാപ്പി. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഡു വെച്ചിട്ടാണ് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. സേവ് ചെയ്ത് വെച്ചോ. ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, നമ്മളിത് അപ്ലൈ ചെയ്യണം. ഓക്കെ. സംസാരത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളെ സംസാരിച്ച് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും. നല്ല റിസൾട്ട് ആണ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളാണെങ്കിൽ 2 മാസം സമയമാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു 40 മിനിറ്റ് ഒരു ദിവസം. 2 മാസം വളരെ ചെറിയ ഫീ ആണ്. റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോ. പുതിയ ബാച്ച് നമുക്ക് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്.